പ്രണോയ് പി പ്രേം ഇതിപ്പോൾ ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞു. ഒരു പക്ഷേ നോട്ടീസായിട്ട് കൊടുത്തിട്ടുണ്ടാകില്ല, നിങ്ങൾ ഒഴിയേണ്ടി വരുമെന്നൊക്കെ എന്തായാലും ഒരു ഭീഷണിയായിട്ടൊക്കെ വന്നു കാണുമല്ലോ. അത് ഏത് സമയത്തായിരുന്നു നിങ്ങൾക്ക് വ്യക്തമായി പറയാനാകുമോ? ശ്രീ നമ്പൂതിരി പറഞ്ഞ പോലെ അവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ഭാഗമായിട്ടാണ് ഈ പാവങ്ങൾ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നത്, അത് ഉറപ്പല്ലേ? ഇപ്പോൾ 3000-ഓളം പേര് എങ്കിലും അവിടെ ഉണ്ട് ഈ കൊടും തണുപ്പിൽ അല്ലെ. അവർക്ക് താൽക്കാലികമായി ഒരുക്കിയ സംവിധാനങ്ങൾ എന്താണ് പ്രണോയ്? ഇപ്പോൾ ഈ പറയുന്ന പുനരധിവാസത്തിന് എന്തെങ്കിലും പദ്ധതിയുണ്ടോ ഈ സർക്കാരിന്റെ മുന്നിൽ? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നു? പ്രണോയുടെ മനസ്സിലാക്കൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇതിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സെക്യുലർ ആയിട്ടാണ് ഡെമോളിഷ് ചെയ്തതെന്ന് പറഞ്ഞാലും നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു രാവിലെ 20-ാം തീയതി രാവിലെ ഒരു ശനിയാഴ്ച, അപ്പം ആ ശനിയാഴ്ച തൊട്ട് ഇന്നത്തേക്ക് ഇപ്പം 9 ദിവസമായി. അവർക്ക് എന്ത് ഫെസിലിറ്റീസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? ഒരു ബേസിക് നെസസിറ്റി ആയിട്ടുള്ള വാഷ്റൂം, ടോയ്ലറ്റ്, ബേസിക് ഫുഡ്, അല്ലെങ്കിൽ അവർക്കൊരു ബ്ലാങ്കറ്റ്. ഇപ്പം ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു 17 ഡിഗ്രി to 15 ഡിഗ്രി വരെ നൈറ്റിലും ഏർലി മോർണിംഗിലും ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. അതും നട്ടുച്ച നേരത്ത് നല്ല ചൂടുമുണ്ട്. ഒരു ബേസിക് ഫെസിലിറ്റിയും ഇല്ലാതെയാണ് ഒരു 167ഓളം ജനങ്ങളുടെ വീട് നഷ്ടപ്പെടുന്നത്. അതിൽ ഏകദേശം 1000-ഓളം ആൾക്കാരുണ്ട്. അതിലൊരു 300-ന് മുകളിൽ ചിൽഡ്രൻസ് ഉണ്ട്, പ്രഗ്നൻറ്റ് വുമൻസ് ഉണ്ട്. ഇത്രയും ആൾക്കാരെ ഒറ്റയടിക്ക് ഇവാക്യുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെമോളിഷ് ചെയ്ത് പുറത്താക്കുമ്പോൾ അതിനൊരു ബദൽ സംവിധാനം ഒന്നുമില്ല, ഒന്നും കാണാനുമില്ല. ഇപ്പം ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് 20-ാം തീയതി കഴിഞ്ഞ് 26-ാം തീയതി രണ്ടാമതും JCB ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. JCB വന്നിട്ടുണ്ട്, BBMP സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവിടെയുള്ള സിവിൽ സൊസൈറ്റിയും അതേപോലെ നമ്മുടെ DSU നേർന്ന് മനുഷ്യച്ചങ്ങല തീർത്തതിന് ശേഷമാണ് അവർ തിരിച്ചു പോകുന്നത്. അവരന്നും പറയുന്നത് നമുക്ക് ബോർഡർ ഫെൻസ് ചെയ്യണം, നമുക്ക് അവിടുത്തെ ഏരിയ മാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് രണ്ടാമതും വന്നിട്ടുണ്ട്. അതുവരെ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. ഇവർക്കുള്ള ഫുഡ് ആണെങ്കിലും ഇവർക്ക് വേണ്ട നെസസിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതേപോലത്തെ സിവിൽ സൊസൈറ്റീസ് തന്നെയായിരുന്നു പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നിൽക്കുന്നുണ്ട്. ഒന്നാമത് 5 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് അതിനെപ്പറ്റി ക്ലിയറായ ക്ലാരിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് പുറകെ തന്നെ നമ്മളവിടെ സർവേ ചെയ്തു, എത്ര വീടുണ്ട്, എത്ര ക്ലാരിറ്റി ഉണ്ട്, അതിൽ എത്ര ആൾക്കാർ ബുദ്ധിമുട്ടിലാണ്, എത്ര ആൾക്കാർക്ക് എന്തെങ്കിലും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഉറുദു സ്കൂളുണ്ട്, ഒരു ഗവൺമെൻറ് കർണാടക സ്കൂളുണ്ട്. അവിടെ ഒന്നും ഒരു വാഷ്റൂം ഫെസിലിറ്റി പോലും ഇല്ല. ഇന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം, ഇവിടെ വന്ന മീഡിയാസിനോട് ചോദിക്കാം, ഇപ്പൊ ഈ ചെറിയ പിള്ളേരായാലും പ്രഗ്നന്റ് ലേഡീസ് ആയാലും എല്ലാവരും അവർക്ക് ഒരു പോയി കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ല. അവരെ പൊളിഞ്ഞ വീടിന്റെ മുകളിൽ ഒരു ടാർപോളിൻ ഷീറ്റ് കെട്ടിയിട്ട് തന്നെയാണ് അവരെ അവിടെ നിൽക്കുന്നത്. താൽക്കാലികമായിട്ട് എന്ത് സംവിധാനം ഒരുക്കിയെന്ന് ഒന്ന് ക്ലിയർ ആക്കണം. ഞാനിപ്പോൾ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങളെ സിവിൽ സൊസൈറ്റീൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇവിടെ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വന്നാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ഒരു ടാർപോളിൻ ഷീറ്റും കുറേ സിവിൽ സൊസൈറ്റീസ് കൊടുത്ത ബ്ലാങ്കറ്റും മാത്രമാണ് അവർക്കുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് പേര് വാട്ടർ ക്യാൻ സംവിധാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്രത്തോളം വാഷ്റൂംസ് ഉണ്ട്? ഇപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ ഏകദേശം 167 വീട് നശിച്ചു, അതിൽ ഏകദേശം 1000-ൽ പരം ആൾക്കാരുണ്ട്. അവർക്കുള്ള വാഷ്റൂം ഫെസിലിറ്റി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ എന്താണ് ഉള്ളത്, എന്താണ് അവർക്കൊരു സപ്പോർട്ട് ഉള്ളത്, അല്ലെങ്കിൽ ഒരു ബദൽ സംവിധാനം, ഇത്രയും ആൾക്കാരുണ്ട് ഇവർക്കൊരു താമസിക്കാൻ വേറെ ഒരു സ്ഥലം, അങ്ങനത്തെ ഒന്നും പറഞ്ഞില്ല. ഇതിപ്പം ആ വെള്ളിയാഴ്ച തൊട്ട് ഈ 2-ാം തീയതി വെള്ളിയാഴ്ച വീണ്ടും ഇവർ വരുമ്പം അവിടെയുള്ള ആൾക്കാർക്ക് പേടിയാണ് സംഭവിക്കുന്നത്. ഒരു രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടത് വീണ്ടും അവർ നശിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പം 20-ാം തീയതി നശിപ്പിച്ച ആ വീടിന്റെ മുകളിൽ ഒരു ടാർപോളിൻ ഷീറ്റ് കെട്ടിയിട്ടാണ് ഇപ്പൊ ഇവർ താമസിക്കുന്നത്. പിന്നെയും ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ വീണ്ടും വരികയാണ്. ഏകദേശം ഒരു 12:30-1 മണി സമയത്ത് രണ്ടാമതും വന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും മനുഷ്യച്ചങ്ങല തീർത്തതിന് ശേഷമാണ് അവർ പിരിഞ്ഞു പോകുന്നത്. ഓൾറെഡി ഞങ്ങളെ സിവിൽ സൊസൈറ്റീൻ്റെ ഭാഗമായി ദുര്യോധന വേദിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ റവന്യൂ മിനിസ്റ്റർ കൃഷ്ണ ബൈരഗൌഡയ്ക്ക് 2 തവണ ലെറ്റർ കൊടുത്തതാണ്, ആളെ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചതാണ്. അപ്പോഴൊന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്ന് ഇത്ര ദിവസമായിട്ടും ഏതെങ്കിലും ഒരു കേരള ലീഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പ്രണവ് എനിക്ക് അറിയേണ്ടത് അവിടെ സാധാരണഗതിയിൽ സർക്കാരിനെതിരെ ഒരു ആയുധം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രതിപക്ഷം രംഗത്ത് വരണമല്ലോ. അപ്പോൾ BJPയും അങ്ങനെ വന്നിട്ടില്ല അല്ലേ? ഇക്കാര്യത്തിൽ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് വേണ്ടി ആ സ്ഥലം ഒരുക്കി കൊടുക്കുക എന്നതിൽ ഇരു കൂട്ടരും ഒരുമിച്ചാണ്.
അതിപ്പോ അവരുടെ രാഷ്ട്രീയ താല്പര്യമായിരിക്കും. എന്നാലും പക്ഷെ ഇത്രയും ആൾക്കാർ തെരുവിൽ വരുമ്പം അത് ഗവൺമെന്റിനെ സംബന്ധിച്ച് അവർ അഡ്രസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. ഇത്രയും ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ടാണ് പുറത്തെത്തുന്നത്. അല്ലെങ്കിൽ അവർക്കുള്ള എന്താണ് ഫെസിലിറ്റി, ബേസിക് നീഡ്സ് കാര്യങ്ങൾ, ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ തന്നെയാണ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് ഡിഗ്നിറ്റി. ഇത് ഒന്നുമില്ലാതെ നിങ്ങളെ വിഷ്വൽസിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ചെറിയ കുട്ടികളാണ് നട്ടുച്ച വെയിലത്തും ഈ തണുപ്പത്തും അവിടെയും ഇവിടെയും നിൽക്കുന്നത്. കുടിക്കാൻ വെള്ളമില്ല, ഒരു സംവിധാനവും ഇല്ല. ടാർപോളിൻ ഷീറ്റിന്റെ ഉള്ളിലാണ് ഇവരെല്ലാവരും താമസിക്കുന്നത്. ഇവിടുത്തെ ആ റിയാലിറ്റി കേരള ചീഫ് മിനിസ്റ്റർ അത് അഡ്രസ്സ് ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള ജനപ്രതിനിധികൾ വന്നു. അതിനുശേഷമാണ് ഇതൊരു ഇഷ്യൂ ആവുന്നത്. ഇപ്പം ഇതെന്താന്ന് വെച്ചാൽ നല്ല രീതിയിൽ മീഡിയ അറ്റൻഷൻ വരുന്നുണ്ട്, ആൾക്കാർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. ഇന്നിപ്പം കൂടുതൽ മീഡിയാസ് അറ്റൻഷൻ വരുന്നുണ്ട്. അങ്ങനെ ഇതൊരു ഇഷ്യൂ ആയി. ഇത്രയും ആൾക്കാർക്കൊരു വീട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇത്. എന്ത് എൻക്രോച്ച്മെന്റ്, എന്ത് കാര്യം അവർ പറഞ്ഞാലും ഇത് അവർക്ക് ഇത്രയും കാലമായി താമസിക്കുന്ന ആൾക്കാർ ഒരു രാത്രി കൊണ്ട് കംപ്ലീറ്റ് വീടും നശിപ്പിച്ചിട്ട് ഇത് ഗവൺമെന്റ് ലാൻഡ് എൻക്രോച്ച് ചെയ്തതാന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ നിലപാടല്ല. അത് കർണാടക ഗവൺമെന്റ് അഡ്രസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ശരി, ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഹൈക്കമാൻഡ് ഇടപെട്ടത് കൊണ്ട് ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തുക എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.